അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബട്ടറാണ്. ലെവിൻ കണ്ടീഷനാണ് ചെയ്യാൻ പോകുന്നത്. ആ ബട്ടറിന് വേണ്ടിയിട്ടുള്ള അത് ചെയ്യാൻ വേണ്ടി ഒരു ബോട്ടിൽ ഗ്ലാസ്, നല്ല ക്വാളിറ്റി ഗ്ലാസ്സുള്ള ഒരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ്, ആയുർവേദിക് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്ത് ഇതിനെ ഇൻഫ്യൂസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ ഒരു ബട്ടർ നമ്മളുടെ മുടിക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ബട്ടറാണ്. ഞാനും എൻ്റെ ഫാമിലിയിലും എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് അപ്ലൈ ചെയ്ത് നോക്കി. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേച്ച് കഴുകി കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ, നിങ്ങളുടെ ഹെഡിൽ, സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തേച്ച് നമുക്ക് നമ്മുടെ ഡെയിലി പരിപാടികളെല്ലാം നടത്താം. ഓക്കെ, അത് യൂഷ്വലി നമ്മൾ കുളിക്കുമ്പോൾ അത് കഴുകുന്ന പോലെ അങ്ങ് പൊക്കോളും. അല്ലാതെ ഇത് ഇട്ട ഉടനെ ഷാമ്പൂ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഷാമ്പൂ ചെയ്തിട്ടിടണോ അങ്ങനെ ഒന്നുമില്ല. എപ്പോഴും നമുക്ക് ഡ്രൈ ആയിട്ടിരുന്നാലോ അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം മുടി ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്ത് വെച്ച് നമുക്ക് വെളിയിൽ പോകാം. ഒരു കുഴപ്പവും നമുക്കുണ്ടാകത്തില്ല. ബട്ടർ ആയതുകൊണ്ട് മുടിയിൽ അത് തേച്ച് അതവിടെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്തോറും നമ്മുടെ മുടിക്ക് ഗ്രോത്ത് കൂടുതലുണ്ടാകത്തേ ഉള്ളൂ. അപ്പം അത്രയും ഉള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആയുർവേദിക് ഇൻഗ്രീഡിയൻസിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് വേണം പോകാൻ. ഒന്ന് ഷെയർ കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക. അപ്പം നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഉലുവ, ഒരു സ്പൂൺ. ഇത് ടേബിൾ സ്പൂണാണ്. അപ്പോൾ ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ പൊടിച്ചെടുത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പൊടിക്കാത്ത ഉലുവ ഇട്ടാലും കുഴപ്പമില്ല. ഇത് ഗ്രാമ്പു, ഇത് ഒരു സ്പൂൺ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുവാണ്. നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ തരിതരിയായിട്ടിരിപ്പുണ്ട്. ഇനി എല്ലാവർക്കും അറിയാവുന്ന ഇൻഗ്രീഡിയൻ്റാണ് റോസ്മേരി. നമുക്കറിയാം റോസ്മേരി ഇപ്പം എന്തുമാത്രം ഹെയർ ഗ്രോത്തിന് ആവശ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് റോസ്മേരി വാട്ടറൊക്കെ. പക്ഷേ റോസ്മേരി വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് യൂസ്ഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. ബട്ട് ഞാനതിൽ വാട്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് തലയിൽ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ അത് തല നീരിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാനതിനെ സജസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്കതിനെ ഈ രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് കുഴപ്പമില്ലാതെ യൂസ് ചെയ്യും. ഇത് ആംല പൗഡറാണ്. അത് കടയിൽ നിന്ന് മേടിച്ചാണ്, നെല്ലിക്ക പൊടി. ഓക്കെ, നമുക്ക് വീട്ടിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതായാലും മതി. ഇനി നമുക്ക് കരിഞ്ജീരകം, കണ്ടോ, കരിഞ്ജീരകം ഒരു സ്പൂൺ ഇടുന്നുണ്ട്. ഇത് വേപ്പില പൊടിച്ചതാണ്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഓർഗാനിക് ഷോപ്പിൽ നിന്ന് വാങ്ങിയ വേപ്പില പൊടിച്ച ഒരു സ്പൂൺ ഇടുന്നുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ശംഖുപുഷ്പം ഡ്രൈ ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്ന ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഇത്രയും കറ്റാർവാഴ കുറച്ച് ജെല്ലും കുറച്ച് അങ്ങനെ തന്നെ മുറിച്ചിട്ടുണ്ട്. ചെറിയ ഭാഗങ്ങളൊന്നും കളയണ്ടെന്ന് കരുതി നമ്മളിതിനെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഒഴിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. എന്ന് വെച്ചാൽ ഉരുക്ക് വെളിച്ചെണ്ണയില്ലേ, അത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നവർക്കാണ് ചെയ്തെടുക്കാം. ഞാനിത് വാങ്ങിയതാണ്, ഫ്രിഡ്ജിലിരുന്നോണ്ടാണ് ഈ കട്ടി. ഇത് ഞാൻ ഇച്ചിരി മെഷർ ചെയ്ത് കാണിക്കാം. ഇതൊരു 100 ml നമുക്ക് വേണം മെഷർ ചെയ്ത് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാനേ. അപ്പോൾ നമുക്കിതൊരു 100 ml എടുക്കാം. നമ്മളിത് ആ ഉരുക്ക് വെളിച്ചെണ്ണയില്ലേ, എക്സ്ട്രാ വെർജിൻ കോക്കനട്ടിൽ ഇത് 50 എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് കട്ടയായിരിക്കുന്നത് ഭയങ്കര പാടാണ് മാറ്റിയെടുക്കാൻ. ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതിനെ നേരത്തെ തന്നെ വെളിയിൽ വെച്ചിട്ട് അതിനെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി പെട്ടെന്ന് ഞാനത് ചെയ്തെടുത്ത് എൻ്റെ ബട്ടർ തീർന്നു. അപ്പം ഞാൻ കരുതി എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയാണ് നമ്മൾ ഈ ബട്ടർ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് 50, ഇനി ഒരു 50 കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, അവിടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുള്ള ഒരു ഇത് കാണാൻ തന്നെ എന്ത് രസമാണ്. അപ്പോൾ 100 ml നമ്മളിപ്പോൾ 100 ഗ്രാം മെഷർ ചെയ്തിട്ടുണ്ട്. 100 ml ആണ്. അത് നമ്മൾ ഇതിനകത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുക. അതിനകത്തോട്ട് മാറ്റുകയാണ് നമ്മൾ. ഞാനിത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈപ്പ് ഓഫ് ഓയിൽസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാനതിനകത്തൊരു ഇത് ഒലീവ് ഓയിലാണ്, കോൾഡ് പ്രസ് ഒലീവ് ഓയിലാണ്. കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല, അത് തീരാറായി. അപ്പം ഇത് എത്രയുണ്ടോ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുടിക്ക് ഒലീവ് ഓയിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് കൊടുക്കാനും നമ്മുടെ സ്കാൽപ്പിൻ്റെ ഇറിറ്റേഷൻസ് മാറ്റാനും ഒക്കെ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റാണ്, ഇത് ഒരു 5 ml ഉള്ളൂ. ബട്ട് ഉള്ളത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. അപ്പം ആൽമണ്ട് ഓയിൽ ഞാനൊരു 20 ml ഉപയോഗിക്കുന്നുണ്ട്. അപ്പം 20 ml ആൽമണ്ട് ഓയിലായി. ഇനി ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്നത് ഗ്രേപ്പ് സീഡ് ഓയിലാണ്. ഇതെല്ലാം കോൾഡ് പ്രസ് ആണ്. അപ്പോൾ ഇതെല്ലാം കുറേശ്ശെ മുകളിൽ ഒഴിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്കിത് ഇത്ര ഓയിൽസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇതൊരു 10 ml ഉപയോഗിക്കുന്നുള്ളൂ. സ്കിന്നിനും ജോജുബ ഓയിൽ നല്ലതാണ്. ഗ്രേപ്പ് സീഡ് ഓയിലായിരുന്നു അത്, ഇത് ജോജുബ ഓയിൽ. അപ്പോൾ ഇതെല്ലാം ഞാൻ കുറേശ്ശെ മുടിക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകൾ. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പം ഒരു 150 ml ആയിട്ടുണ്ട്. ഞാനിതെല്ലാം ഇതിനകത്തോട്ട് ഒരുമിച്ചാക്കുക. അപ്പം ഈ ഓയിൽസിൻ്റെ ഇത്രയും ഗുണങ്ങൾ ഇതിനകത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത്രയും എണ്ണകൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീട്ടിൽ ചെയ്ത് നോക്കും. ഈ ഓയിൽസ് എല്ലാം മേടിക്കാൻ കിട്ടും. ഈ ഓയിൽസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അഥവാ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത്
കൊടുക്കുന്നുണ്ട്. ഡ്യൂ ഡ്രോപ്സിൻ്റെ ചാനലിൽ നമ്മുടെ പേരിൽ നമ്മളിതിനെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമുക്കിതിനെ ഇൻഫ്യൂസ് ചെയ്യണം. ഇനി നമുക്കിതിനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഡബിൾ ബോയിൽ ചെയ്യാം. നമ്മളിതിനെ ഡബിൾ ബോയിൽ ചെയ്യാൻ അടച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതിനെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യലും ഡയറക്റ്റ് ചെയ്താൽ ഈ എണ്ണകളുടെ ഗുണങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഒരിക്കലും ഇത് ഡയറക്റ്റ് ചെയ്യരുത്. നമ്മളെപ്പോഴും ഡബിൾ ബോയിൽ ചെയ്ത് ലോ ഫ്ലെയിമിലിടണം. ലോ ഫ്ലെയിമിലിടണമെന്ന് പറയുന്നത് എണ്ണ നമ്മുടെ എല്ലാ ഓയിൽസിനും ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മളതിനെ എക്സ്ട്രാ തിളപ്പിച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് എല്ലാം മാറും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നശിപ്പിക്കുക എന്ന് പറയത്തില്ല. അതിൻ്റെ എല്ലാ ഗുണങ്ങളും കളഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഗുണമെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഇതിനകത്തുള്ള സത്തുകളെല്ലാം ഈ ഓയിലിനകത്ത് ഇറങ്ങുകയും ചെയ്യും. അപ്പം നമുക്കിതിനെ ഒന്ന് ഒരു 1 അവർ നിങ്ങൾക്ക് 1 അവറെങ്കിലും മാക്സിമം തിളപ്പിക്കാൻ ശ്രമിക്കുക അടുപ്പിൽ വെച്ചാൽ. അങ്ങനെ അതല്ല എങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളിതിനെ അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി അരിക്കുന്നത് കാണിച്ചു തരാം. ഇതിനെ ഇപ്പം നന്നായിട്ട് ഇൻഫ്യൂസ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി സ്ക്യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഇൻഫ്യൂസ് ആയപ്പോൾ നമ്മുടെ ഓയിൽ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് നോക്കണം എത്ര ഉണ്ടെന്നും. ഇനി അതിന് ശേഷമാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം എത്രയും കിട്ടുന്നുണ്ടെന്ന്. 100 ml ഉണ്ട്. ഒരു മിനിറ്റ് 80 ആയിട്ടുണ്ട്. ബാക്കി നോക്കണം. ആ ഒരു പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിനകത്ത് മാറ്റിയിട്ടുണ്ട്. മൊത്തം നമുക്ക് 100 ml 150 ml എടുത്തപ്പോൾ നമുക്ക് 100 ml ഇൻഫ്യൂസ്ഡ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയാണ് അടുത്ത പ്രോസസ്സിലോട്ട് പോവാം. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് മാറ്റി വെക്കാം. ഷിയ ബട്ടർ മെഷർ ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ 3 ടൈപ്പ് ബട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബട്ടേഴ്സ് മെഷർ ചെയ്യാൻ പോവാണ്. ടോട്ടൽ നമ്മൾ 100 ml നമുക്ക് ഓയിൽ കിട്ടിയത് കാണിച്ചത്. അപ്പോൾ നമുക്ക് ബട്ടേഴ്സ് എല്ലാം കൂടെ 100 ml ആക്കണം. ഞാനിപ്പോൾ ഇത് ടയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3 ബട്ടേഴ്സ് ചേർത്ത് എടുക്കുന്നത്. ഇതിപ്പോൾ മാംഗോ ബട്ടറാണ്. കോക്കോ ബട്ടർ, മാംഗോ ബട്ടർ, ഷിയ ബട്ടറുടെ ചേർത്താണ് ഞാൻ 100 ആക്കുന്നത്. ഇപ്പോൾ നമ്മൾ 100 ml എടുത്തിട്ടുണ്ട്. 100 ഗ്രാം എടുത്തിട്ടുണ്ട്. നമുക്കതിന് ഡബിൾ ബോയിൽ ചെയ്യണം. ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ കപ്പിലോട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് മെൽട്ടായി താഴെ ഇറങ്ങി അത് വെള്ളമായിക്കോളും. എന്നിട്ട് വേണം നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഒരു 15 മിനിറ്റ്സ് വെച്ചാൽ മതി. എന്നിട്ടാണ് നമുക്കിതിനെ എന്ത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ വിപ്പ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ബട്ടറിൻ്റെ കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. നമ്മുടെ ഷിയ ബട്ടർ, മാംഗോ ബട്ടർ, കൊക്കോ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ ഓയിലിനകത്തോട്ട് ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 15 മിനിറ്റ്സ് വെക്കണം. എന്നിട്ട് നമുക്കിനി ബാക്കി പ്രോസസ്സ് കാണിച്ചു തരാം. നമുക്ക് ക്ലിൻ റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പം നമ്മൾ കവർ ചെയ്തു. ഇനി ഇത് റെഫ്രിജറേറ്ററിലാണ് വെക്കേണ്ടത്, ഫ്രീസറിൽ. ഫ്രീസറിലാണ് വെക്കേണ്ടത്. 15 മിനിറ്റ്സ് to 20 മിനിറ്റ്സ് വെക്കണം. ഒത്തിരി ഹാർഡായി പോകില്ല. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. കണ്ടോ, ഇതൊക്കെ തൊട്ട് നോക്കട്ടോ. ഇങ്ങനെ ഇരിക്കണം നമ്മുടെ മിക്സ്ചർ. ഇനി നമുക്കിതിനെ നമ്മുടെ ഹാൻഡ് മിക്സർ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഒരു തവണ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് നടുക്കോട്ടാക്കണം. നല്ലതായിട്ട് എല്ലാം മിക്സാക്കി വരണം. കാരണം സൈഡിലൊക്കെ കുറച്ച് തിക്കായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മളെല്ലാം നടുക്കോട്ടാക്കുക. ഇനിയും നല്ല രീതിയിൽ ബ്ലെൻഡാക്കി എടുക്കണം ഇത്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ, മാംഗോ ബട്ടർ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ട്. ഇനിയും വിപ്പ് ചെയ്യണം. ഇനി നമുക്ക് പ്രിസർവേറ്റീവ് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടോ, ജിയോഗാർഡ് ACT ആണ്. അതൊരു 1.5 ഗ്രാമിനകത്ത് ആഡ് ചെയ്യണം. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് കൂടാൻ വേണ്ടി 1.5 നമ്മൾ ആഡ് ചെയ്താൽ നമുക്കിത് പ്രോഡക്റ്റ് ചീത്തയാകാതിരിക്കും. അപ്പോൾ നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഒരു 5 ഡ്രോപ്സ് ഒഴിക്കാം. ഇനി ടീ 3 എസെൻഷ്യൽ ഓയിലാണിത്. ടീ 3 എസെൻഷ്യൽ ഓയിൽ അതും ഒരു 5 to 6 ഡ്രോപ്സ് ഒഴിക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വിപ്പായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെല്ലാം കൂടെ ഒന്നും കൂടെ ഒതുക്കി കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ക്രീം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി അത് നമ്മൾ എമൽസിഫയർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആകെ യൂസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ, മാംഗോ ബട്ടർ എല്ലാം കൂടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ വിപ്പ് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, ഇതിന് അത്രയും ഗുണങ്ങളുള്ള ഒരു ക്രീമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. മുടിക്ക് നല്ലതാണ്. നമ്മുടെ തലയിൽ മുടിയിൽ പിടിച്ചിരിക്കുന്നതല്ലേ, സ്കാൽപ്പിലും പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വൈറ്റമിൻ ഇ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനും ഒരു വൈറ്റമിൻ ഇ ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പം ഒരു വൈറ്റമിൻ ആഡ് ചെയ്തു. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതുപോലൊരു ബോട്ടിലാണ് ഇതിനെ കീപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നനഞ്ഞ കൈയോടെ ഇതിനകത്ത് ഇടരുത്. നനഞ്ഞ കൈ ഇട്ടാലുള്ള പ്രശ്നം പെട്ടെന്ന് ചീത്തയാവും. അപ്പം നമ്മൾ കൈ എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം. അപ്പം ഇതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് ഇട്ടപ്പോൾ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത അത്രയും ഗുണങ്ങളാണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.